പടയണിയുടെ ഇപ്പോൾ നമ്മൾ ഒന്നാം ദിവസം മുതൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ഈ ഒന്നാം ദിവസം മുതൽ തന്നെ ഈ ഒരു എങ്ങനെ അതിൻ്റെ ഒരു എഴുന്നള്ളത്തുകളുണ്ടോ? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? പടയണി എന്ന് പറയുന്ന ഒരു മതിൽപ്പുറ ഉത്സവമാണ്. പടയണി തുടങ്ങുന്നത് ക്ഷേത്രത്തിനകത്ത് നിന്ന് ദേവി ശ്രീകോവിലിൽ നിന്ന് നമ്മൾ തൊണ്ടിൽ കനലിൽ ക്ഷേത്രം മേൽശാന്തി നാട്ടുകാരിലേക്ക് ഈ കനലേൽപ്പിക്കും. അത് മൈതാനത്ത് കൊണ്ട് സ്ഥാപിക്കുന്നതോടെയാണ് ചൂട്ടിടിയിൽ എന്ന് പറയുന്ന ചടങ്ങോടുകൂടിയാണ് പടയണി തുടങ്ങുന്നത്. അതിനുശേഷം 16 ദിവസവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചൈതന്യമൊക്കെ മൈതാനത്താണെന്നാണ് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ 16 ദിവസവും പടയണിക്ക് ചടങ്ങുകളുണ്ട്. ആദ്യ 4 ദിവസം ചൂട്ടിടിയിൽ ചൂട്ട് പടയണി എന്ന് പറയുന്നത് വെറും ചൂട്ട് കത്തിച്ചുള്ള പടയണിയാണ്. പിന്നെയുള്ള അടുത്ത ഘട്ടം നമ്മൾ പൂങ്കൂട, പൂമരം, തട്ടുകൂട, പാറാവളയം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചില നിർമ്മിതികളുണ്ട്. 9-ാം ദിവസം മുതൽ 12-ാം ദിവസം വരെ പ്ലാവിലക്കോലങ്ങളാണ്. മുതൽ പിണ്ടി കുരുത്തോല എന്ന് പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പടയണിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. കുരുത്തോല കൊണ്ടുള്ള കാവൽ പിശാച്, 15-ാം ദിവസം അമ്പലക്കോട്ട, 16-ാം ദിവസം സിംഹം. ഇങ്ങനെയാണ് പടയണിയുടെ അടിയന്തര കോലങ്ങൾ. അതിനപ്പുറത്തേക്കുള്ള ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയാണ് ഈ കോലങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. കൂടാതെ അന്നം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. ആളുകൾ അവരുടെ അഭിലാഷപൂർത്തിക്കായിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രത്യാശകൾക്കോ ഒക്കെ വേണ്ടി നേർന്ന് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന അന്നം പടയണിക്ക് ഈ അന്നങ്ങളുടെ സമർപ്പണം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത് ഒരു പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നൊരു ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ഉത്സവം കൂടിയാണിത്. ഇതിപ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ പുതിയ തലമുറ ഇത് ഏറ്റെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അപൂർവമായിട്ടായിരിക്കും ഒരു ഉത്സവങ്ങൾ ഇങ്ങനെ തലമുറകൾ കൈമാറി വരുന്നത്. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇവിടുത്തെ നമ്മൾ ചെറുപ്പം മുതൽ പരിശീലിക്കുന്നതാണോ? അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന കുട്ടികൾ ഇതിൻ്റെ ഭാഗമാകുന്നതാണോ? ഇതൊരു ലിവിങ് മോണിമെൻ്റാണ്. നമുക്ക് ബാക്കിയെല്ലാം ചരിത്രം എവിടെങ്കിലും നമ്മൾ ഒരു ചരിത്രം അവസാനിക്കുകയാണ്. പിന്നെ നമ്മളത് ചരിത്രത്തെ പിന്നെ പറഞ്ഞു വരുന്നുള്ളൂ. പക്ഷേ നീലമ്പൂർ പടയണി എന്ന് പറയുന്ന ചരിത്രവും വർത്തമാനവും കൂടി സന്ധിക്കുന്ന അല്ലെങ്കിൽ ഭാവിയും കൂടി സന്ധിക്കുന്ന ഒരു അപൂർവമായ ഉത്സവമാണ്. ഈ 16 ദിവസത്തെ ചടങ്ങുകളിൽ മാത്രമാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ഞാനും ഇവിടെ നിൽക്കുന്ന കൊച്ചുകുട്ടിയും എല്ലാവരും ഞങ്ങൾക്ക് മേളിലുള്ള തലമുറയെല്ലാം ഈ പടയണി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഈ 16 ദിവസമാണ്. പ്രത്യേകം അതിനുവേണ്ടി ഒരു കളരി അങ്ങനെയൊന്നുമില്ല. ഈ പടയണിക്കളത്തിൽ വന്ന് ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് അല്ലെങ്കിൽ അതിനെ പതുക്കെ അതിലേക്ക് അങ്ങ് വീഴുകയാണ് ആളുകൾ അതിലേക്ക് വീഴുകയാണ്. ഞങ്ങളൊക്കെ അങ്ങനെ വന്ന നല്ല ട്രെയിനിങ് ഒന്നുമില്ല. കാരണം ഇത് പടയണി തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തരം ഒരു ആവേശമുണ്ട്. ആ ആവേശത്തിൽ ആദ്യം ഇതിൽ തുള്ളുക, ഇതിലേക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതായിരിക്കും ആദ്യം പടയണിക്ക് വരുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു കുട്ടിയുടെ മനസ്സിലെ ആദ്യ ആഗ്രഹങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഈ വലിയ അന്നങ്ങളുടെ മേളിലൊക്കെ ഒന്ന് പണിയുക, അതിനെ എന്നാ പറയുന്നത് കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് പതുക്കെ വരും. കാരണം പടയണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ക്ഷണികമാണ്. ഇത് നിങ്ങൾക്ക് ഒരു നിമിഷത്തേക്ക് കാണുന്ന ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തിന് നിങ്ങൾക്ക് എപ്പോഴും പുതുമയായിരിക്കും. അടുത്ത വർഷത്തെ വലിയന്നം അടുത്ത വർഷത്തെ പുതുമയാണ്. നിങ്ങൾക്കൊരിക്കലും കണ്ട് മടുക്കുന്ന ഒരു ഉത്സവമല്ല. നിമിഷങ്ങളുടെ ആഘോഷമായതുകൊണ്ട് തന്നെ ഇതിന് കാലങ്ങളുടെ ദൈർഘ്യവും അല്ലെങ്കിൽ അതിന് കാലങ്ങളുടെ ഒരു പ്രതീക്ഷയും ഈ പടയണിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പടയണി ഇങ്ങനെ നടന്നു പോകുന്നത്.